ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ അമ്മയുടെ വീട്ടിലാണുള്ളത്. ഇവിടെ അമ്മയുടെ വീടിൻ്റെ പുറകിൽ മഴക്കാലത്ത് വെള്ളം ഒഴുകാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട്, അമ്മയും ഉണ്ട്. എൻ്റെ കൂടെ ഒരാളും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവൻ എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ. എന്തായാലും വെള്ളത്തിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. അമ്മയുടെ വീടിന് കുറച്ചപ്പുറം ഒരു അമ്പലമുണ്ട്, കുറച്ച് പോയാൽ. അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്കാണ് ഈ ഒരു വെള്ളം ഒഴുകി പോകുന്നത്. നല്ല പ്യൂർ വാട്ടറാണ്. അതുകൊണ്ട് മഞ്ഞപ്പിത്തൊന്നും വരുമോ എന്ന് പേടിക്കാനൊന്നുമില്ല. നല്ല രീതിയിൽ കളിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ. നേരത്തെ കാണിച്ച പോലെ തന്നെ അമ്മയും അനിയനും കൂടെയുണ്ട്. അനിയൻ ക്യാമറ നോക്കി നല്ല പോസൊക്കെ തരുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ തുള്ളി കളിച്ച് ആസ്വദിക്കുകയാണ് കേട്ടോ എൻ്റെ അനിയൻ. അപ്പം എൻ്റെ കൈ മുറുക്കെ പിടിച്ചിട്ടുണ്ട്, ഒഴുകി പോകുമെന്ന് പേടിയായിട്ട്. കണ്ടോ, നല്ല ചില്ല് പോലത്തെ വെള്ളമാണ് ഗൈസ്. അച്ചു വെള്ളത്തിൽ ഇല ഇട്ട് കളിക്കാൻ കേട്ടോ. അനിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അവനെ വീട്ടിൽ നിന്ന് അച്ചു എന്നാണ് നമ്മളെ വിളിക്കാറ്. അപ്പോൾ ആ ഇല അവിടെ കുടുങ്ങിപ്പോയി. ഞാൻ അവിടെ അടുത്ത് നിർത്തിച്ചിട്ട് ഞാൻ വീണ്ടും അത് ഒഴുക്കി വിടാനാക്കി. ഇത് പിന്നെ കുറച്ച് എൻ്റെ അമ്മാവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് കൃഷിക്കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുരുമുളകൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല പച്ച നിറത്തിലുള്ള കുരുമുളക് ഗൈസ്. അപ്പം കുറച്ചധികം കൃഷി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, പിന്നെ കുറച്ചുകൂടി അപ്പുറത്ത് പോയാൽ വാഴക്കൃഷി ഉണ്ട്. അച്ഛൻ ഞാൻ പറഞ്ഞ എക്കോടിച്ച പോലെ പറയാണ് കേട്ടോ. കുറച്ചുകൂടി സൂം ചെയ്ത് ഞാനൊരു സംഭവം കാണിച്ചു തരാം. പേരൊക്കെ കണ്ടോ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ രണ്ട് പേരൊക്കെ കാണാം നിങ്ങൾക്ക്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ തന്നെ കിണറുണ്ട്. അപ്പോൾ കിണറിൻ്റെ അടുത്തോട്ട് ഞാൻ പോവാണ്. കിണറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളത്തിലെ പോലെ നല്ല നീല വെള്ളമാണ്. ഇത് മോട്ടറിൻ്റെ ഷെഡാണ് കേട്ടോ, മോട്ടർ ഡയറലി അതിൻ്റെ ഒരു ഷെഡാണ്. കിണറിലെ വെള്ളം കണ്ടോ ഗൈസ്, നീല നിറത്തിലുള്ള വെള്ളമാണ്. കാണുമ്പോൾ തന്നെ മുങ്ങി കുളിക്കാൻ തോന്നുന്നു, പക്ഷെ നീന്താൻ അറിയില്ല ഗൈസ്. പിന്നെ ഈ സംഭവം ഇതുവരെയായിട്ടും എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ പീരാങ്കുടുക്ക ഉണ്ട്. അതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ പീരാങ്കുടുക്ക എന്ന് പറയും. ഇത് മഴക്കാലത്ത് അധികവും രാവിലെ സൗണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് അമ്മയുടെ വേറൊരു അമ്മായിയാണ്. അവരുടെ വീട്ടിൽ ആടൊക്കെ ഉണ്ട്, അതിന് കഴിക്കാനുള്ള ഇലയാണ് കേട്ടോ അത്. പിന്നെ എൻ്റെ അനിയനെ പറ്റിയിട്ട് കുറേ പേർക്ക് അറിയില്ല. ഇത് എനിക്ക് 10 വയസ്സുണ്ടാകുമ്പോൾ ജനിച്ച എൻ്റെ അനിയനാണ്. ശരിക്കുള്ള പേര് മാധവകൃഷ്ണ, വീട്ടിൽ നിന്ന് അച്ചു എന്ന് വിളിക്കും. അവന് 2 വയസ്സായിട്ടും ഇതുവരെയായിട്ട് ഇങ്ങനത്തെ വെള്ളത്തിലൊന്നും ഇവനെ കൊണ്ടുപോയിട്ടില്ല. ഇതുവരെ ഇങ്ങനത്തെ വെള്ളം ഉണ്ടായെന്ന് ചോദിച്ചാൽ കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അവനെ കൊണ്ടുപോയിട്ടില്ല. അപ്പം വെള്ളം കലക്കിക്കൊണ്ടിരിക്കുകയാണ്, ചവിട്ടി അടി